മലയോര ഹൈവേ വികസനത്തിനായി വിട്ടുകൊടുത്ത സ്ഥലത്തിന്റെ പണം കിട്ടിയില്ല. ആശങ്കയിൽ നിർധന കുടുംബം. വാളാംതോട് കുന്നിൽ KJ ജോസഫും കുടുംബവുമാണ് ആകെയുള്ള 3 സെന്റ് സ്ഥലവും കിടപ്പാടവും വീടിനോട് ചേർന്ന കടയും നഷ്ടമാകുമെന്ന ആശങ്കയിൽ കഴിയുന്നത്. മലയോര ഹൈവേയുടെ ഭാഗമായി നിരവൽപ്പുഴ മുതൽ തൊട്ടിൽപ്പാലം വരെ പ്രവൃത്തികൾ നടന്നുവരികയാണ്. തൊണ്ടർനാട് പഞ്ചായത്തിലെ വാളാംതോട് ക്രഷറിനടുത്തായി റോഡരികിൽ 2.5 സെന്റ് സ്ഥലത്ത് വീടും വീടിനോട് ചേർന്ന് തന്നെ ഉപജീവന മാർഗത്തിനായി കടയും നടത്തി വരികയായിരുന്നു പ്രദേശവാസി കുന്നിൽ ജോസഫും കുടുംബവും. റോഡ് 12 മീറ്റർ വീതിയിൽ വികസിപ്പിക്കുന്നതിനായി കുടുംബത്തെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിക്കാൻ തൊണ്ടർനാട് പഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനമായി. 10,36,000 രൂപ നഷ്ടപരിഹാരം നൽകാനായിരുന്നു തീരുമാനം. സ്ഥലം ഏറ്റെടുപ്പ് പരാമർശിച്ച കിഫ്ബി അധികൃതർ ജോസഫിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണസമിതി മാറിയതോടെ ഈ തീരുമാനത്തിൽ നിന്നും അധികാരികൾ പിന്നോട്ടു പോയത് ജോസഫിന് തിരിച്ചടിയാവുകയായിരുന്നു. വീടും കടയും റോഡിനായി പൊളിച്ചു മാറ്റുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന ആദിയിലാണ് ജോസഫ്. എനിക്ക് ആകെ ഇവിടെ 2.5 സെന്റ് സ്ഥലമാണ് ഉള്ളത്. അതിനകത്ത് ഇപ്പോൾ ഒരാളെങ്കിലും എന്ന് പറഞ്ഞാൽ റോഡ് പണി വരുമ്പം അതിനകത്ത് എൻ്റെ ഒരു 3 മീറ്ററോളം റോഡിന് പോകും. പിന്നെ എനിക്ക് ഇവിടെ താമസിക്കാനുള്ള ബാക്കിയുള്ള സ്ഥലം എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ആകെ 2.5 സെന്റ് സ്ഥലമാണ് ഉള്ളത്. അതിൽ പിന്നെ അവർ 3 മീറ്റർ എടുക്കും. ബാക്കിയുള്ള സ്ഥലത്തിന് 10 ലക്ഷം രൂപ, സ്ഥലത്തിന് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 10 ലക്ഷം രൂപേനകത്ത് 10,36,000 രൂപ, ഈ 10,36,000 രൂപ 10 ലക്ഷം രൂപ വീടെടുക്കാനും 36,000 രൂപ മാറി താമസിക്കാനും എന്നാണ് പറഞ്ഞത്. അത് ഇതുവരെയായിട്ടും എന്തായില്ല. പഞ്ചായത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് എനിക്ക് വന്നിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് എനിക്ക് എന്തായില്ല. ഇപ്പം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടില്ല, അങ്ങനെ ഒരു ഫണ്ട് തരാനാവില്ല, കിഡ്ഫിക്ക് അങ്ങനെ ഒരു ഫണ്ട് കൊടുക്കാനാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. എന്തെങ്കിലും ആദ്യം തീരുമാനിച്ചത് ഇവിടുത്തെ കിഡ്ഫിൻ്റെ ആൾക്കാരാണ്. കിഡ്ഫിൻ്റെ ആൾക്കാരും പഞ്ചായത്തും പറഞ്ഞു. കഴിഞ്ഞ ബോർഡിന് പറഞ്ഞു എനിക്ക് ആ പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പം വന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇല്ല, പൈസ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഒരു മാർഗ്ഗമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കച്ചവടം എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമായ ഒരു കടയുണ്ടായിരുന്നു, അതും ഈ വ്യവസ്ഥ പൂട്ടേണ്ട വന്നു. ഇത് ഇടിക്കും. രണ്ട് സൈഡും തോടാണ്. സർക്കാരിനോട് എനിക്കൊരു വീട് സ്ഥലം എടുത്തു തരുക, അല്ലെങ്കിൽ എന്താക്കുക ഉപജീവന മാർഗത്തിനുള്ള എൻ്റെ കട പുനർനിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്തു തരിക. ഇതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ജോസഫിനെ പെരുവഴിയിൽ ഇറക്കിവിടാതെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇവൻ്റെ തോമെന്ന് ഞാൻ വിളിക്കും, ബിജു എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ ഉപജീവനമാർഗം ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു സംവിധാനം സർക്കാർ ചെയ്തു കൊടുക്കണ്ടേ. ഇവനിപ്പോൾ 2-3 ആമ്പിള്ളേരുണ്ട്. ഇവിടെ കിടക്കാൻ ഒരു സ്ഥലമുണ്ടോ ഇനി? എല്ലാത്തിനും ഇവർ പറഞ്ഞു ഇതെല്ലാം മാറ്റിയിട്ട് ഇവർക്കൊരു പെര പണിത് കൊടുക്കാം, അല്ലെങ്കിൽ സ്ഥലം എടുത്ത് കൊടുക്കാമെന്ന്. ഇതുവരെ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അതിന് രേഖ പോലും കൊടുത്തിട്ടില്ല. ഇവനെന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നു ഈ 3 മക്കളെയും കൊണ്ട്. അതിന് നിങ്ങളൊരു സംവിധാനം ചെയ്തു, അത്ര എനിക്ക് പറയാം. ഇതാണ് വര. ഇവിടെ മുതൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടുന്ന് അങ്ങ് പോകുമ്പം ഈ കട മുതൽ അങ്ങ് പോവുകയാണ്. പിന്നെ എവിടെ ജീവിക്കാൻ പറ്റും? നിലവിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ജോസഫ് പരാതി നൽകിയിട്ടുണ്ട്. മഴയെത്തും മുമ്പ് തനിക്ക് കിടപ്പാടം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നാണ് ജോസഫിന്റെ ആവശ്യം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.